പ്രിയതമയ്ക്ക് വേണ്ടി പ്രത്യേക വിമാനം സൃഷ്ടിച്ചു, പ്രിയതമയ്ക്ക് വേണ്ടി പ്രത്യേക രൂപങ്ങൾ സ്വീകരിച്ചു. ഒപ്പം തന്നെ പ്രിയതമയുടെ സൗന്ദര്യത്തെയും 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭാഗവതത്തിൽ വളരെ വർണ്ണിച്ചിരിക്കുന്നു. ഇവിടെ നാം ഏത് സമീപനം പുലർത്തുന്നുവോ അതുപോലെ നമുക്ക് ലോകം എന്നതാണ് വസ്തുത. ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തൊരു സമീപന ശൈലിയാണ് നമ്മൾ പുലർത്തുന്നത്. ദേവഹൂതിക്ക് ഇതൊക്കെ ലഭ്യമായി എന്ന് പറയാം. നമുക്ക് നാമേ പതിവതു നാക്കം നരകവും അതുപോലെ നാം തന്നെയാണ് നമ്മുടെ നരക സ്വർഗങ്ങളുടെ സ്രഷ്ടാക്കൾ എന്ന് പറയും. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് മനോഭാവം പുലർത്തുന്നു അതുപോലെയായിരിക്കും നമ്മുടെ ലോകം. ഇപ്പൊ ദേവഹൂതിക്ക് ഇങ്ങനെയുള്ള ലോകങ്ങളുടെ ഒക്കെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനനുസരിച്ചുള്ള സമീപന ശൈലി പുലർത്താൻ അവർക്ക് സാധിച്ചു. ശതവർഷമധവ്യരീത്യസോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വജനനോത്സുകാന്യവാസീത്. കുട്ടികൾ ജനിച്ചതോടെ, പെൺമക്കൾ ജനിച്ചു 9 പുത്രിമാര്. 9 പുത്രിമാര് ജനിച്ചതോടെ വളരെ ആഴത്തിലൊരു ആകർഷണീയത അനുഭവപ്പെട്ടു കർദമ പ്രജാപതിക്ക്. എന്തിനുള്ള ആകർഷണമാണ്? വനത്തിലേക്ക് പോകണം. വനയാന സമുദ്യത, വനയാനത്തിന് വനത്തിലേക്ക് പോകാൻ ഉദ്യമിച്ചവനായിട്ടാണെങ്കിലും പക്ഷേ കാന്താഹിതകൃത്, കാന്തയ്ക്ക് നന്മ ചെയ്യണം, ദേവഹൂതിക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ വർദ്ധിച്ചു. എന്തൊക്കെ നന്മ ചെയ്തു? പെൺമക്കളുടെ വിവാഹമൊക്കെ നിർവഹിച്ചു. മരീചി, അത്രി തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഒപ്പം തന്നെ ഭഗവാൻ വന്ന് ജനിക്കും എന്ന സന്ദേശത്തെ ഓർമ്മിച്ചിട്ട് ദേവഹൂതിയോട് പറഞ്ഞു, പ്രാർത്ഥനയോടെ വസിക്കൂട്ടോ, ആരാധനയോടെ വസിക്കൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ജന്മത്തെ ഇവിടെ കാത്തു നിൽക്കുന്നു. ഇതിനിടയിൽ ദേവഹൂതി ചെന്നിട്ട് കർദമ പ്രജാപതിയോട് പറഞ്ഞു, അങ്ങയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കാതെ മായയാൽ വഞ്ചിക്കപ്പെട്ടവളായിട്ടോ, അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭഗവാൻ ഭവതിയിൽ അവതരിക്കാൻ പോകുന്നു. ഞാനല്ല ഭവതിക്ക് ഭയമോക്ഷത്തെ പ്രദാനം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുന്ന ഈ ദേവഹൂതിയിൽ ഭഗവാൻ ജനിക്കുന്നു. നിജഭദ്രഗിരാഭവന്നിഷേവ നിരതായാമഖ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഇപ്രകാരം ഭഗവാനെ ആരാധിച്ചുകൊണ്ട് വർത്തിക്കുന്ന ഈ ദേവിയിൽ, ഹേ പ്രഭോ ദേവ, ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്,